അസ്സലാമലൈക്കും. നമ്മളില്ലേ ഇവിടെ മക്രോണി ഉണ്ടാക്കുക കേട്ടോ. മക്രോണി വേവിച്ച് വെച്ചിട്ട് ലൈറ്റിൻ്റെ ഇതാണ്. മക്രോണി എല്ലാം അത് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചാൽ ഞാൻ വീഡിയോ എടുക്കാൻ കഴിയില്ല. പിന്നെ അതിക്കുള്ള നമ്മൾ മസാല കൂട്ട് തയ്യാറാക്കുക കേട്ടോ. ചിക്കനൊക്കെ ഇടേണ്ടത്. ഇത് ഞാൻ ചിക്കനല്ല മുട്ട ഇട്ടേക്ക് തക്കാളിയും സവാളയും പച്ചമുളകും ഇട്ടേക്ക് വാട്ടുക നമ്മൾ. മക്രോണി നല്ല തിളപ്പിച്ച് കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ്. കട്ടയൊക്കെ ചൂടോടൊക്കെ നല്ല അരിഞ്ഞിപ്പം കട്ടാവില്ല. തണുത്തപ്പോൾ ഇത് കട്ടാകാണ്. ഇതവൾ വേഗം വാടിയിട്ടാണ്ട് കുറച്ച് ഉപ്പിട്ടിട്ട് മക്രോണിക്ക് നമ്മൾ ഏതൊരു ലേശം ഉപ്പിട്ടില്ല മുതലേക്കും ഉപ്പിട്ടിട്ട് ഇളക്കണം. കറിവേപ്പില പച്ചമുളക് കറിവേപ്പില നമ്മൾ മസാല ഇട്ട് കേട്ടോ. ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് ഈ മല്ലിപ്പൊടി ഞാൻ നല്ല മണമുണ്ട്. അതിൻ്റെ വെച്ചാൽ മല്ലിപ്പൊടി ഞാൻ വറുത്താണ്. അപ്പം ശ്രദ്ധിച്ചില്ല. ഞാൻ കുറേ കറുകപ്പട്ടയും പൂവൊക്കെ ഇട്ട് ഏലക്കായില്ലേ കേട്ടോ. അത് ഏലക്കായ ഇട്ടില്ല. കറുകപ്പട്ടയും പൂവും പിന്നെ പെരുംജീരകം ഇട്ട് ഞാൻ പെരുംജീരകം ഇട്ട് കറിവേപ്പിൻ്റെ ഇല ഒരുപാട് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടു ഒന്ന് പൊടിച്ച് വന്ന് വീട്ടിലെത്തിക്ക് നല്ല മണം. നല്ല മന്തിൻ്റെ പൊടിയില്ലേ അതേ സ്മെല്ല്. അപ്പം ഞാൻ എല്ലാത്തിനും ശേഷം ഇതിട്ടു വെച്ചാൽ കറിക്കാനൊരു ടേസ്റ്റാണ്. അത് ആ മണം ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു മണമാണ്. ഏത് കറി നമുക്ക് കൂട്ടാൻ തോന്നും. ഇത് നമ്മൾ വടട്ടിട്ട് വാട്ടട്ടോ. അതേ ലേശം മല്ലിപ്പൊടി. ഞാൻ സാധാരണ മല്ലിപ്പൊടി വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ല സ്മെല്ലാണ് വരുന്നത്. ഇത് നമ്മൾ ഇതിലോട്ടിട്ട് നമുക്ക് ഇടന്ന് കാണിക്കാൻ കഴിയില്ല കേട്ടോ. നമ്മൾ തന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കലും ഇളക്കലും ഇത് മൊത്തം കൊട്ടിക്കഴിച്ച് കൈക്കിട്ട് നമ്മൾ മക്കളും ഇതൊക്കെ റെഡിയാക്കി സെറ്റപ്പായി. ഇനി കുറച്ച് മല്ലീൻ്റെ അരി ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ മക്രോണി റെഡിയായി. അടിപൊളി.